ഹലോ കൂട്ടാതെ, നമ്മൾ വന്നിരിക്കുന്ന എനിക്ക് കുറേ ദിവസം ചുമയായിരുന്നു ഗൈസ്. അപ്പം ഇന്ന് നവരയില പറിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരത്തെ ഇത് പറിച്ചേ തുളസിയില. അപ്പം നവരയില ഒന്ന് പറിക്കാമെന്ന് വെച്ചു. അമ്മ കടലമാവിലൊക്കെ മുക്കി വേവിച്ച് ബജ്ജി ഉണ്ടാക്കി തരും നവരയില വെച്ച്. നവരയില പിന്നെ എനിക്ക് അസുഖവും എൻ്റെ ചേച്ചിക്ക് അസുഖം വരുമ്പോൾ നവരയില പിരിഞ്ഞ് വായിലോട്ട് ഒഴിച്ച് തരുമായിരുന്നു. ഓക്കെ, അപ്പം ഗെയ്സ്, ഇതാണ് നമ്മുടെ ഞവരയില അഥവാ പനിക്കൂർക്ക. ഇത് അടുക്കളത്തോട്ടത്തിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വെച്ച് പിടിപ്പിക്കാം. ഇതുപോലെ ഒരു തണ്ട് മതി. ഇതുപോലെ ഒരു തണ്ടിങ്ങനെ ഓടിച്ച് നമുക്ക് തൈ നടാം. ഒരു പരിധിവരെ കഫമൊക്കെ മാറിക്കിട്ടും ഇടയ്ക്കിടയ്ക്ക് പിഴിഞ്ഞു കൊടുക്കുമ്പം, വലിയവർക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും. പിന്നെ ഇത് വെച്ച് നല്ല സൂപ്പർ ബജി ഉണ്ടാക്കുക. കടലമാവിൽ മുക്കി ഞവരയാന്ന് പറയത്തോലുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുരിഞ്ഞ ബജി ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഒരൗഷധ സസ്യമായ ഞവരയില അഥവാ പനിക്കൂർക്ക. ഹലോ കൂട്ടാതെ, നമ്മൾ വന്നിരിക്കുന്ന എനിക്ക് കുറേ ദിവസം ചുമയായിരുന്നു ഗൈസ്. അപ്പം ഇന്ന് നവരയില പറിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരത്തെ ഇത് പറിച്ചേ തുളസിയില. അപ്പം നവരയില ഒന്ന് പറിക്കാമെന്ന് വെച്ചു. അമ്മ കടലമാവിലൊക്കെ മുക്കി വേവിച്ച് ബജ്ജി ഉണ്ടാക്കി തരും നവരയില വെച്ച്. നവരയില പിന്നെ എനിക്ക് അസുഖവും എൻ്റെ ചേച്ചിക്ക് അസുഖം വരുമ്പോൾ നവരയില പിരിഞ്ഞ് വായിലോട്ട് ഒഴിച്ച് തരുമായിരുന്നു. ഓക്കെ, അപ്പം ഗെയ്സ്, ഇതാണ് നമ്മുടെ ഞവരയില അഥവാ പനിക്കൂർക്ക. ഇത് അടുക്കളത്തോട്ടത്തിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വെച്ച് പിടിപ്പിക്കാം. ഇതുപോലെ ഒരു തണ്ട് മതി. ഇതുപോലെ ഒരു തണ്ടിങ്ങനെ ഓടിച്ച് നമുക്ക് തൈ നടാം. ഒരു പരിധിവരെ കഫമൊക്കെ മാറിക്കിട്ടും ഇടയ്ക്കിടയ്ക്ക് പിഴിഞ്ഞു കൊടുക്കുമ്പം, വലിയവർക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും. പിന്നെ ഇത് വെച്ച് നല്ല സൂപ്പർ ബജി ഉണ്ടാക്കുക. കടലമാവിൽ മുക്കി ഞവരയാന്ന് പറയത്തോലുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുരിഞ്ഞ ബജി ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഒരൗഷധ സസ്യമായ ഞവരയില അഥവാ പനിക്കൂർക്ക.